ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മെയ്ഡ് ഫ്രോക്ക് ചെയ്തിരുന്നു. 5 to 6 year old കിഡ്സിൻ്റെ സൈസ് ഷർട്ടിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലീവ് വന്നിട്ട് നോർമൽ പഫ് സ്ലീവ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ 2 ലെയർ ഫാബ്രിക് വെച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സ്ലീവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ നോർമൽ സ്ലീവ് ഡ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആം ഹോൾ ഡെപ്ത് എടുത്തിരുന്നത് 5.75 ഇഞ്ചായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 5.25 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 5.25 ഇഞ്ചാണ് നമ്മൾ പാറ്റേൺ ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ വരച്ചത് കേട്ടോ. ഇനി നമ്മുടെ ശരിക്കത്തെ ആം ഹോൾ ഡെപ്ത് എത്രയാണ്, അതായത് 5.75 ഇഞ്ച്. ആ 5.75 ഇഞ്ച് നമ്മൾ ഇതേപോലെ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ വരച്ച ലൈനിലോട്ട് ടേപ്പ് വെച്ച് നോക്കുക. എവിടെയാണോ 5.75 ഇഞ്ച് കിട്ടുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ചരിച്ചൊന്ന് വരയ്ക്കുക. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ആണ് നോക്കുന്നത്. ഞാനൊരു 5.5 ഇഞ്ച് ലെങ്ത് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി സ്ലീവ് ചെയ്യുന്ന 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ബലൂൺ സ്ലീവ് ചെയ്യുന്ന ഇട്ടിട്ടുണ്ട്, നമ്മുടെ നോർമൽ പഫ് സ്ലീവ് ചെയ്യുന്ന ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ സ്ലീവ് റൗണ്ട് ആണ് എടുക്കുന്നത്. അപ്പം അത് ഞാനൊരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പാറ്റേൺ ഫോൾഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നേർ പകുതി എടുക്കുക, അതായത് 4 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ സൈഡ് സീമിൻ്റെ ആ ഒരു ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആം ഹോൾ ഡെപ്ത് വരച്ച ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ആ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ആ ഒരു സെൻറ്റർ പോയിന്റിലോട്ട് ഒരു എസ് ഷേപ്പിൽ ചെറിയൊരു കർവ് നിങ്ങളൊന്ന് കൊടുക്കുക. അത് ഈ വീഡിയോ കാണുന്ന പോലെ കൊടുത്താൽ മതി. ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നോർമൽ സ്ലീവ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് നമുക്ക് പഫ് സ്ലീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കോട്ടൺ പ്രിൻറ്റഡ് ഫാബ്രിക്കാണിത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്ലീവിൻ്റെ താഴെ നമുക്ക് മടക്കി അടിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ്. അതിനാണ് ഞാനിങ്ങനെ 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ലൈനിൽ നിന്നാണ് നമ്മുടെ എല്ലാ മെഷർമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഞാനൊരു 3 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 6 ഇഞ്ച് കിട്ടും. ഈ 6 ഇഞ്ചിലായിരിക്കും ഞാൻ പ്ലീറ്റിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഒരു ലൈൻ വരച്ചല്ലോ, അവിടെയും പിന്നെ നമ്മൾ 3 ഇഞ്ച് നീക്കി വരച്ചൊരു ലൈൻ ഉണ്ടല്ലോ, ആ 2 ലൈനിൽ ടച്ച് ചെയ്തായിരിക്കും നമ്മളിപ്പം ട്രേസ് ചെയ്ത് വെച്ച പാറ്റേൺ വെക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു 3 ഇഞ്ച് ലൈൻ ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു നോർമൽ സ്ലീവ് പാറ്റേൺ നമ്മൾ വരച്ചല്ലോ, അത് ട്രേസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് ഞാനൊരു 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് പഫ് സ്ലീവ് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് വീർത്തിരിക്കുമല്ലോ, ആ ഒരു വീർപ്പ് വരാനാണ് ഞാനൊരു 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു കേർവ് ആയിട്ടുള്ളൊരു ഭാഗം കണ്ടോ, അവിടുന്ന് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് 2.5 ഇഞ്ചിലോട്ട് കണക്ട് ചെയ്ത് നമ്മുടെ സ്ലീവിൻ്റെ അതേ ഷേപ്പിലൊന്ന് കേർവ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിനി തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. താഴെ നമ്മൾ ഓൾറെഡി 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, സൈഡിൽ 1 ഇഞ്ചും കൊടുത്തു, അതുപോലെ തന്നെ മുകളിൽ നമ്മൾ 1/2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഫ് സ്ലീവ് പാറ്റേൺ നമ്മൾ ഒന്നുകൂടെ വരച്ചെടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണ്, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫാബ്രിക്കിന് നമ്മൾ നോച്ചസ് കൊടുക്കുക. അതായത് സെൻറ്റർ നോച്ചാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ സെൻറ്റർ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ട് നടുക്കൊന്ന് ചെറിയൊരു കട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡബിൾ ലെയർ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കിയടിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1.5 ഇഞ്ച് താഴെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുകയാണ്. അതായത് എൻ്റെ ആ ഒരു ഫ്രോക്കിൽ നിങ്ങൾ സ്ലീവ് പോർഷൻ ശ്രദ്ധിച്ചാൽ കാണാം,
താഴത്തോട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട്. ആ ഇലാസ്റ്റിക്കിന് താഴത്തോട്ടും കുറച്ച് ഫാബ്രിക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത് ആണ് ഈ 1.5 ഇഞ്ച് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയും ലെങ്ത് വേണ്ട, കുറച്ച് ലെങ്ത് മതി എങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അതല്ല കൂടുതൽ ലെങ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് എടുത്തു എന്നേ ഉള്ളൂ. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് തുണി നമ്മൾ അകത്തോട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത്, തുണി നമ്മൾ തിരിച്ചിടുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇലാസ്റ്റിക് കയറ്റാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പാണ് ഈ ഒരു 1/2 ഇഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഇലാസ്റ്റിക്കിന്റെ വീതി വന്നിട്ട് 1/4 ഇഞ്ചാണ്. അപ്പോൾ അതൊന്ന് എളുപ്പത്തിൽ കയറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എത്രയാണോ, ഏത് വിത്തിൻ്റെ ഇലാസ്റ്റിക് ആണോ കയറ്റുന്നത്, ആ വിത്ത് വേണം നിങ്ങളിവിടെ കൊടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും ആ പോയിന്റിൽ നിന്ന് തുണി നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. ആ ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തുണി ഇതേപോലെ മടക്കിയിട്ട് ഒന്നുകൂടെ അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലോത്ത് ഒന്ന് നിവർത്തി നോക്കുക. അന്നേരം നമുക്ക് 3 ലൈൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 3 മടക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം നമ്മൾ 1.5 ഇഞ്ചിൽ മടക്കിയത്, പിന്നെ നമ്മളൊരു 1/2 ഇഞ്ചിൽ മടക്കിയത്, അങ്ങനെ മൊത്തം നമുക്കൊരു 3 മടക്ക് കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ ആ ഒരു നടുക്കത്തെ മടക്ക് കണ്ടോ, ആ മടക്ക് നമ്മൾ മുകളിലോട്ടാക്കി കൊടുക്കുക. ടോട്ടൽ നമുക്കൊരു 3 മടക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സെൻറ്ററിലെ മടക്കിനെ നമ്മൾ മുകളിലത്തെ മടക്കിലോട്ടാക്കി വെച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലായിട്ട് നമുക്കിങ്ങനെ മടങ്ങിയിരിക്കും. എന്നിട്ട് അതൊന്നുകൂടെ നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് മടക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. നിങ്ങൾക്ക് അല്ലാണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് മടക്കി വെച്ചാലും മതി. ഇലാസ്റ്റിക്കിന്റെ വീതി എത്രയാണോ ആ വീതി എടുത്തിട്ടൊന്ന് മടക്കി വെക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് വീതി കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ മടക്കുമ്പോൾ ആ സൈഡിൽ കണ്ടോ ഒരു 1/4 ഇഞ്ച് അഡീഷണൽ എക്സസ് ആയിട്ട് വരുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ഓൾറെഡി 1 ഇഞ്ച് തയ്യൽത്തുമ്പോളം കൊടുത്തിട്ടുണ്ട്. അതിൽ 1/4 ഇഞ്ച് എങ്ങനെ പോകുന്നുള്ളൂ, അത് വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ അഡീഷണൽ ഒരു ക്ലോത്ത് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വീതിയാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ആ ക്ലോത്തിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട് അവിടെ മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിനുള്ളിലോട്ട് ആക്കിയിട്ട് അതിൻ്റെ ടോപ്പിൽ കൂടി ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു പോർഷനിൽ നമ്മളൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല ഫിക്സ് ആയിട്ടിരുന്നോളൂ, നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് നല്ല ഫിക്സ് ആയിട്ടിരുന്നോളൂ. അപ്പം നല്ല വശത്താണ് നിങ്ങളിങ്ങനെ കാണുന്നത്. അതിൻ്റെ ഉൾവശത്ത് നമുക്കിതേപോലെ കണ്ടോ തുണി ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ആ ഭാഗവും കൂടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോഴാണ് നമുക്കൊരു ലൂപ്പ് കിട്ടുന്നത്, ഒരു ടണൽ കിട്ടുന്നത് നമുക്ക് അന്നേരമാണ്. അതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തുണി അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ആ വീതി എടുത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് മടക്കി വെക്കുക. അതിനുള്ളിലോട്ട് നമ്മൾ അഡീഷണൽ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നോർമൽ സ്ലീവ്, പഫ് സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ ഞാനൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഗ്യാദേഴ്സ് ആക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ തുണി മടക്കിയിട്ട് 3 ഇഞ്ച് വീതി നീക്കി വെച്ചിട്ടാണ് ട്രേസ് ചെയ്തതെന്ന്. അപ്പം അത് നിവർത്തുമ്പോൾ 6 ഇഞ്ച് വീതിയാണ്. ആ 6 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ഗ്യാദേഴ്സ് ഇട്ടേക്കുന്നത് കേട്ടോ. ബാക്കി എങ്ങും ഗ്യാദേഴ്സ് ഇട്ടിട്ടില്ല, സെൻറ്ററിൽ മാത്രമേ ഞാൻ ഗ്യാദേഴ്സ് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ ഇലാസ്റ്റിക് അതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിലോട്ട് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 6.5 ഇഞ്ചാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 2 സൈഡിലും നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിരുന്നല്ലോ, അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാൻ ഇലാസ്റ്റിക് കയറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യൽ തുമ്പിൻ്റെ അവിടെ ഇലാസ്റ്റിക് വരാണ്ടേയും ചെയ്യാം കേട്ടോ. അതായത് 2 സൈഡിലും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തല്ലോ, ആ 1 ഇഞ്ച് വിട്ടിട്ട് നടുക്ക് മാത്രം ഇലാസ്റ്റിക് വെച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെയല്ല ചെയ്തതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ സ്ലീവ് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി ഒരു സൈഡിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡിലാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ലൈൻ ക്ലോത്തും മെയിൻ ക്ലോത്തും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ടാണ് നമ്മൾ ഈ സ്ലീവ് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക.
സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ആ ഷോൾഡർ വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ രണ്ട് ഭാഗത്ത് നമ്മൾ പിൻ ചെയ്തിട്ട് ഒന്ന് ചുറ്റി തയ്ച്ചെടുക്കുക. നമ്മളിപ്പം മെയിൻ ക്ലോത്തിലാണ് സ്ലീവ് തയ്ച്ചത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഈ മെയിൻ ക്ലോത്തിന് പുറമെ കവർ ചെയ്ത് ഒന്നുകൂടെ തയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ മെയിൻ ക്ലോത്തിന് പുറത്തൂടെ ലൈനിങ് വരുന്ന രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഷോൾഡറിൽ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ട് തന്നെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.